നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. കർണാടകയിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും അടക്കം ബലാത്സംഗം ചെയ്ത് 100 പേരോളം കൊന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശുചീകരണ തൊഴിലാളി. ധർമ്മസ്ഥലയിൽ 100ഓളം പേരെ കൊന്നുകുഴിച്ചിട്ടുന്നു എന്ന് വെളിപ്പെടുത്തൽ. കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥലയിൽ 100ഓളം പേരെ കൊന്ന് രഹസ്യമായി കുഴിച്ചിട്ടതായി വെളിപ്പെടുത്തലുമായി മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയതോടെ കർണാടക പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വികാരപൂർണമായ നിരന്തര സ്വപ്നങ്ങൾക്കും മനസ്സിനെ വലച്ച കുറ്റബോധത്തിനുമൊടുവിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് പരാതിക്കാരൻ മൊഴി നൽകി. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് ഇയാളെ നിരന്തരം ഭീഷണിപ്പെടുത്തി മൃതശരീരങ്ങൾ കുഴിച്ചിടാൻ നിർബന്ധിച്ചതെന്ന് പറയുന്നു. കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ നിന്നും പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ചില സ്ത്രീകളെ പീഡിപ്പിച്ച ശേഷമാണ് കൊന്നതെന്നും ആസിഡ് ഒഴിച്ചാണ് ദഹിപ്പിച്ചതെന്നും പരാതിക്കാരൻ മൊഴി നൽകി. ഏകദേശം 2010 സ്കൂൾ യൂണിഫോം ധരിച്ച 12 മുതൽ 15 വയസ്സുള്ള കുട്ടികളുടെ മൃതദേഹവും ബാഗും ഒരുമിച്ച് കുഴിച്ചിട്ട സംഭവവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്ഷേത്ര സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില അധികാരികൾ തന്നെയാണ് ഈ രഹസ്യ സംസ്കരണത്തിന് പിന്നിലെന്നും ഇവർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്ക് എതിർത്താൽ കുടുംബത്തോടൊപ്പം ഇല്ലാതാക്കുമെന്നും പറഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. താൻ കുഴിച്ചിട്ട സ്ഥലങ്ങൾ ഇന്നും കൃത്യമായി ഓർമ്മയുണ്ടെന്നും ഒരു മൃതദേഹം പുറത്തെടുത്ത് ഫോട്ടോയടക്കമുള്ള തെളിവുകൾ പകർത്തിയതും പോലീസിനും അഭിഭാഷകർക്കും കൈമാറിയതായും പറഞ്ഞു. ഡിസ്ട്രിക്ട് പോലീസ് മേധാവിയായ ഡോക്ടർ അരുൺ കുമാറിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ജൂൺ 27 ബംഗളൂരുവിൽ നിന്നെത്തിയ അഭിഭാഷകരായ ഓജസ്വി ഗൌഡയും സച്ചിൻ ദേശ്പാണ്ഡെയും ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് കണ്ടാണ് പരാതിയും തെളിവുകളും സമർപ്പിച്ചത്. കേസിൽ അടിയന്തരമായി മൃതശരീരങ്ങൾ തിരികെ പുറത്തെടുക്കുന്നതിനും ശാസ്ത്രീയ പരിശോധനയ്ക്കും സാക്ഷിയെ സംരക്ഷിക്കുന്നതിനും നിയമപ്രകാരമുള്ള കനത്ത നടപടികൾ സ്വീകരിക്കുന്നതും ആവശ്യപ്പെട്ട് ഔദ്യോഗിക പരാതികൾ നൽകിയിട്ടുണ്ട്. ധർമ്മസ്ഥല ക്ഷേത്രം ദക്ഷിണ കന്നഡ ജില്ലയിലെയും ഇന്ത്യയിലെയും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. സമുദായങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള ആരാധനയും വിശ്വാസവുമുള്ള ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നത് വലിയ ഞെട്ടലാണ് ജനതയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 2012 സൗഞ്ജയ വധക്കേസുമായി ഇതിന് സാമ്യമുണ്ടോ എന്നും തെളിവുകൾ മറച്ചുവെച്ചോ എന്ന സംശയവുമുണ്ട്. പരാതിക്കാരൻ കൃത്യമായ സ്ഥലം പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നു. മൃതശരീരങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പുറത്തെടുത്ത് തെളിവായി ഉപയോഗിക്കും. കുറ്റക്കാർ ആരാണെന്ന് വ്യക്തമാകുമ്പോൾ നിയമപരമായ കനത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വധക്കേസുകൾ പ്രമേയമാക്കുന്നതിൽ പരിപക്ഷ നീതി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഏജൻസികളെയും ഇടപെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.